നമസ്കാരം. വയനാട്ടിലെ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെയുള്ള കാരുണ്യപ്രവാഹം ഇടതടവില്ലാതെ ഒഴുകുകയാണ്. 2018 നമ്മൾ കണ്ടതാണത്. 2018 പ്രളയമൊന്നും മൂടിയപ്പോൾ ഈ കരുതലും ഈ ചേർത്തുപിടിക്കലുമൊക്കെ നമ്മൾ ആവോളം കണ്ടു. കുറേ പേരൊക്കെ അത് അനുഭവിക്കുകയും ചെയ്തു. എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നവർക്ക് ഈ ചേർത്തുപിടിക്കലിൻ്റെ സുഖവും ആശ്വാസവും ഒക്കെ അനുഭവിക്കാൻ കഴിയൂ. അല്ലാത്തുള്ളവർക്ക് ഒരിക്കലും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, വാക്കുകൾ കൊണ്ട് ആ ആശ്വാസം പ്രകടിപ്പിക്കാനാവില്ല. വ്യവസായികളായിട്ടുള്ള സഹോദരങ്ങൾ 100 ഏക്കർ സ്ഥലം കൊടുക്കുന്നതായി വായിച്ചു. നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്, വളരെ നല്ല കാര്യമായിട്ടാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് കേട്ടു, ഈ 100 ഏക്കർ കൊടുക്കുന്നത് വലിയൊരു ബുദ്ധിയാണത്രേ. കാരണം അവരുടെ തന്നെ വേറൊരു 100 ഏക്കർ ഇതിനോട് ചേർന്നുണ്ട്. നാളെ ഈ 100 ഏക്കർ ടൗൺഷിപ്പായി ഡെവലപ്പ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 100 ഏക്കറിന് അപ്രിസിയേഷൻ വരുമെന്ന്. വന്നോട്ടെ, അപ്രിസിയേഷൻ വന്നോട്ടെ. ഈ പറയുന്ന ദോഷൈകതൃക്കുകളുടെ വാദഗതികൾ ശരിവെച്ചാൽ തന്നെ അതിലും വലിയ ശരിയല്ലേ അപ്പുറത്ത് നടക്കുന്നത്? 600ഓളം വീടുകൾ അവിടെ ഉയരും. അത് വലിയൊരു ശരിയല്ലേ? വിദ്യാലയങ്ങൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പുത്തൻ വിദ്യാലയങ്ങളുണ്ടാവും. അത് വലിയൊരു ശരിയല്ലേ? അഭയം നഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥിക്കാനും അതേപോലെ മനസ്സിന് സമാധാനം കിട്ടാനും ഒരുപാട് ദേവാലയങ്ങളും അവിടെ ഉയരും. അതൊക്കെ വലിയ ശരികൾ തന്നെയല്ലേ? മറ്റേതിനേക്കാൾ വലിയ എത്രയോ വലിയ ശരികളാണത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാവുന്നത്? ഒരുപാട് നന്മകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ. അതിനിടയ്ക്കും ഇത്തരത്തിലുള്ള ചില ചിന്തകളും ഇത്തരത്തിലുള്ള ചില മനസ്സുകളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ അജിഷ ഹരിദാസ് 22 സെൻറ്റ് സ്ഥലമാണ് കൊടുത്തത്. 20-22. ഇത് ആ കുട്ടിയുടെ പേരിലുണ്ടായിരുന്ന സ്വത്താണ്. അജിഷ വയനാട്ടുകാരിയാണ്. വയനാട്ടുകാരിയായ അജിഷയുടെ പേരിലുണ്ടായിരുന്ന സ്വത്താണ് ഇവർക്ക് വേണ്ടി എഴുതി കൊടുത്തത്. ആ പ്രമാണം ഈ അടുത്ത ദിവസം കൊടുത്തു, അധികാരികൾക്ക് വിട്ടുകൊടുത്തു. ഇതറിഞ്ഞപ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അജിഷയെ വിളിച്ചു. എനിക്ക് അഭിമാനം തോന്നി. ഒന്നെനിക്ക് ഏറെ നാളായിട്ട് അറിയാവുന്ന ഒരാളാണ്. എന്നാലും സ്ഥലമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അവർ വാടകയ്ക്കായിരുന്നു താമസിച്ചത്. അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. അവരിപ്പോൾ അനിയൻ വലുതായി, അനിയൻ സ്വന്തമായിട്ട് വീട് വെച്ചു. കമ്പളക്കാട് തന്നെ വീട് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ പോകാനോ താമസിക്കുന്നൊന്നുമില്ല. പിന്നെ ഇതിൽ എത്ര പേർക്ക് അവർ 4 ഫാമിലിക്കെങ്കിൽ 4 പേർക്ക്, അല്ല 5 ഫാമിലി, എത്രയാണോ പറ്റുന്നത് അത്രയും പേർക്ക് അവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഉപകാരമില്ല. എല്ലാവർക്കും വേണ്ടി ചെയ്യാനുള്ളതില്ല, ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അജീഷ് എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്, നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഞാനിത് ചെയ്തത്. പക്ഷേ എനിക്ക് നേരെ വരുന്ന കൂരമ്പുകൾ സഹിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള കൂരമ്പുകളാണ് എനിക്ക് നേരെ എഴുതുകൊണ്ടിരിക്കുന്നത്. ഈ കൂരമ്പ് ചെയ്യുന്നവർ പറയുന്നത് ഞാനിത് ചില സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് ചെയ്തതാണ്, പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ ഒന്ന് പേര് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും താല്പര്യം കൊണ്ട് ചെയ്തതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. മനസ്സാവാച അറിയാതെ ചെയ്താണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എനിക്ക് അജീഷ അറിയാം. അജീഷ വളരെ കഷ്ടപ്പെട്ട് ബാല്യവും കൗമാരവും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് തന്നെ വയനാട്ടിൽ കഴിച്ചു കൂട്ടിയ ഒരാളാണ്. ഇപ്പോഴാണ് ഒരുമാതിരിയൊക്കെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിച്ച് വരുന്നത്. അജീഷ ഒരു അഭിനേതാവാണ്. അതുകൂടാതെ റേഡിയോ നിലയത്തിൽ കാഷ്വൽ അനൗൺസറായി വർക്ക് ചെയ്യുന്നുണ്ട്, KSFയിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിച്ച് വരുമ്പോഴാണ് വയനാട്ടിൽ ദുരന്തമുണ്ടാവുന്നത് അറിയുന്നതും തൻ്റെ പേരിലുണ്ടായിരുന്ന ഈ സ്വത്ത്, ഈ 22 സെൻറ്റ് സ്ഥലം അവർക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നത്. ആ അജിഷ എന്നോട് പറഞ്ഞത്, ഇങ്ങനൊരു തീരുമാനമെടുത്തപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന കൂരമ്പുകളുടെ വേദന ഒരുപാട് വേദന ഞാൻ സഹിക്കുന്നുണ്ട്. എന്ത് തരം മനഃശാസ്ത്രമാണ് ഇത്തരം കൂരമ്പ് ചെയ്യുന്നവരുടേതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അജിഷയെ പോലുള്ളവരോട്, ഇത്തരത്തിലുള്ള കൂരമ്പുകളേറ്റ് വേദനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും വേദനിക്കരുത്. കാരണം നമ്മൾ വേദനിക്കുമ്പോഴാണ് നമുക്കെതിരെ അമ്പെയ്യുന്നവർ വിജയിക്കുന്നത്. അവരെ വിജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ല. അതുകൊണ്ട് ഗ്രാമീണ ശൈലിയിൽ പറഞ്ഞാൽ പേവാക്കിന് പൊട്ടച്ചെവി എന്ന അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ ഇവരെ അകറ്റുക. അല്പം കൂടി സംസ്കരിച്ച ഭാഷയിൽ പറഞ്ഞാൽ, ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പശുവിൻ്റെ അകിട്ടിൽ നിറച്ച് പാലാണ്. കൊതുകിനെപ്പോലുള്ള ഇത്തരക്കാർക്ക് വേണ്ടത് ചോരയാണ്. അർഹിക്കുന്ന അവഗണനയോടുകൂടി അവരെ അകറ്റുക. അവരോട് ഒരിക്കലും ദേഷ്യം തോന്നരുത്. അവരോട് തോന്നേണ്ടത് സഹതാപം മാത്രമാണ്. നന്ദി.